ഈ റിയൽ വർക്ക്സ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രഷർ എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഓവറോൾ ഈ 6 മന്ത് എനിക്ക് കിട്ടിയത് വളരെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹായ്, ഐ എം ഞാനിവിടെ ടെക്നോളജി അക്കാഡമിയിൽ നിന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കോഴ്സ് പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഈ അക്കാഡമിയിൽ തന്നെയുള്ള ഒരു കമ്പനിയായ ഫെബ്നോ ടെക്നോളജീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ ഈ റിയൽ പ്രൊജക്ട്സ് വർക്ക്സ് ഒക്കെ ചെയ്യാൻ അവസരം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പ്രാക്ടിക്കൽ നോളജാണ് ഇവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ സോഫ്റ്റ് സ്കിൽ ക്ലാസ്സും ഈ വീക്കിലിയുള്ള പ്രസൻറ്റേഷൻസും പ്രാക്ടിക്കൽ ടാസ്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു, എസ്പെഷ്യലി ഈ ജോബൊന്ന് കിട്ടാൻ. ഈ റിയൽ വർക്ക്സ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രഷർ എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഓവറോൾ ഈ 6 മന്ത് എനിക്ക് കിട്ടിയത് വളരെ ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ റിയൽ പ്രൊജക്ട്സ് ഒക്കെ വർക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് ടൈമിലായാലും 2 പ്രൊജക്റ്റ് ചെയ്തു, AWSൻ്റെതും Azureൻ്റെതും. അതിലൊക്കെ നല്ലൊരു ഈ ടെക്നിക്കൽ സപ്പോർട്ടായിട്ടും സപ്പോർട്ടിന് ഇവിടുത്തെ ട്രെയിനേഴ്സും ഫാക്കൽറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞപ്പോഴും ഈ കോഴ്സ് കഴിഞ്ഞപ്പോഴും എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അസ്യൂറിൽ ചെയ്ത പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഒരു മെഡിസിൻ ഡൊമൈൻ ട്രെയിനും. അത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് മെഡിസിൻ എപ്പം കഴിക്കണം, എന്ന് കഴിക്കണം എന്നൊക്കെ റിമൈൻഡറായിട്ട് വരുന്നൊരു പ്രൊജക്റ്റായിരുന്നു ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ AWSൽ ചെയ്തത് AWSൻ്റെ തന്നെ നെറ്റ്വർക്ക് മാനേജറും നെറ്റ്വർക്ക് മോണിറ്ററിംഗ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ചെയ്തത്. നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫീലാണ് ഈ 3 മന്ത് ഇൻറ്റേൺഷിപ്പിൽ എനിക്ക് കിട്ടിയത്.